ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നിങ്ങളൊരു ബിസിനസ് നടക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കാലാനുസൃതമായിട്ട് മുന്നേറുന്നില്ല എന്ന് നിങ്ങൾ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ആ ഒരു പുതിയ ട്രെൻഡിനനുസരിച്ചിട്ടാണ് നിങ്ങൾ ആ ഒരു സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലുള്ള കുറെ ബിസിനസ് ഓണേഴ്സ് ഇതുപോലെ തന്നെയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതല്ല, എന്താണ് യാഥാർത്ഥ്യം ഇപ്പോഴത്തെ ഉള്ളത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ചില ബോധ്യപ്പെടുത്തുകകളും ചില ബോധ്യപ്പെടലുകളാണ് ആവശ്യം. അപ്പോ ചില ചെറുകിട SME ഓണ്ടർപ്രണേഴ്സ്, അല്ലെങ്കിൽ ഫ്രീലാൻസേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയൊക്കെ ആളുകള് ഇവരെല്ലാം ഒരു ഇനീഷ്യലി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇതിലെങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് പഠിച്ചിട്ടുണ്ടോ? പക്ഷെ അതില് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതിലിങ്ങനെ കുടുങ്ങി കിടന്നിട്ട് ആദ്യമൊക്കെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും, പിന്നെ ഇപ്പൊ വലിയ റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. കാരണം എന്താണ്? മാർക്കറ്റിംഗ് ലോകം മാറി എന്ന കാര്യത്തില് അറിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ പഠിക്കണം, എപ്പോഴും പഠിക്കണം. എനിവേ, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റർമാർക്ക് മാത്രമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഒരു ബിസിനസ് ഓണർ ആയിട്ടുള്ള നിങ്ങൾ തന്നെ ഒരു മാർക്കറ്റർ ആവണം. പുതിയ ട്രെൻഡുകൾ പ്രകാരം, അക്കോർഡിംഗ് ടു ന്യൂ ട്രെൻഡ്സ്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ഇതിന്റെ എല്ലാം ഓട്ടോമേഷൻ ആവശ്യകത കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ എടുത്ത് നോക്കുക, കോൺവെർസേഷണൽ മാർക്കറ്റിംഗ് എന്താണ്, അതിന്റെ അപ്കമിങ് ട്രെൻഡുകൾ എന്തൊക്കെയാണുള്ളത്. കാരണം ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ ചാറ്റ് ഉപയോഗിക്കുന്നത്. നമ്മളെന്താ ചാറ്റ് മുഖേന ആൻസേഴ്സ് ചോദിക്കുന്നു, കണ്ടെത്തുന്നു. ഇതുപോലെ തന്നെ കോൺവെർസേഷൻസ്. അപ്പോ ഇവിടെ നടക്കുന്നത് എന്താണ്? നിങ്ങളൊക്കെ ഒട്ടുമിക്ക ആളുകളും ആഡ് ചെയ്യുമ്പോൾ വാട്സപ്പിലേക്കായിരിക്കും കോൾ ടു ആക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഈ കൊടുത്തത് കൊണ്ട് എന്താണ്, അപ്പോ ആരാണോ വരുന്നത് അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തൽക്ഷണം റിപ്ലൈ കിട്ടണം. കസ്റ്റമേഴ്സിന് അതാണ് വേണ്ടത്. പിന്നെ നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വാട്സാപ്പിലൂടെ നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം ഇതിലൂടെ വേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ചെയ്യും. അപ്പോ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ചെയ്യണോ അത് നിങ്ങളെ കോമ്പറ്റീറ്റർ ചെയ്യണോ എന്നുള്ളത്. എന്നാൽ ഇപ്പോഴും നിരവധി കോഴ്സുകളും അല്ലെങ്കിൽ സോ കോൾഡ് ഗുരുസ്, ഇവരൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നത് 1-2 വർഷം പഴക്കം ചെന്ന സിലബസുകളൊക്കെയാണ് പലയിടത്തും. പല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സിലബസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കാണുന്നു. അപ്പോ പഴയ സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ആ കാര്യങ്ങളോ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല. ഈ പഴയ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് എത്രമാത്രം ബിസിനസ്സുകൾ പുറകോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, എനിക്കറിയാം. അപ്പൊ ഞാൻ ഇത് ആലോചിച്ചിട്ട് അത്ഭുതപ്പെടുകയാണ്. ഇതാണ് സത്യം. ഇതൊരു ടെക്നിക്കൽ സംഭവമല്ല, ഇത് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള മാർക്കറ്റിംഗ് ബേസിക് ആണ്. വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസ്, ഓട്ടോമേഷൻ ടൂളുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഉപഭോക്താക്കളെ മാത്രമല്ല, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ മാത്രമല്ല നിങ്ങൾ നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് വളരാനുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ കൂടിയാണ് നിങ്ങൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ അടുത്തൊരു സിസ്റ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്ത് ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ തന്നെ കുറെ കാര്യങ്ങൾ നടക്കും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ഇടപെട്ടാൽ മതി. എല്ലാം എഫേർട്ട്ലെസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയും ടൈം സേവ് ചെയ്യാൻ നിങ്ങൾ ചെയ്യും. അപ്പോ നമ്മളായിട്ടുള്ള ബിസിനസ് ഉടമകള് ഈ ടൂളുകൾ പഠിച്ച് അത് പ്രയോഗിക്കുന്നുള്ള ഉത്തരവാദിത്വം എടുക്കുക. അപ്ഡേറ്റ് ആയിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമല്ല, അതൊരു അതിജീവനമാണ്. ഇറ്റ്സ് എ സർവൈവൽ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ അതുമായിട്ട് എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫെലോ ബിസിനസ് ഓണർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെറ്റ്സ് സ്പ്രെഡ് ദിസ് മെസ്സേജ്. ഇതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓർമ്മിക്കുക, മാറാൻ തയ്യാറുള്ള ബിസിനസ് ഉടമകൾ മാത്രമാണ് വിജയം വരിച്ചിട്ടുള്ളത്. നമ്മൾ എപ്പോഴും പഠിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുക, പുതിയ റിസൾട്ട് പ്രതീക്ഷിക്കുക. പഴയ കാര്യങ്ങൾ പഠിച്ച് അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ചെയ്ത് പുതിയ റിസൾട്ട് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്.